കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുമെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, അതായത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അതായത് ഈ ലോകത്തിൻ്റെ ഇതുപോലെയുള്ള സമാധാനമല്ല, ഞാൻ തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാവരും, ലോകം മുഴുവനും ഒരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. രാഷ്ട്രങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ ഭിന്നതകളുണ്ട്, യുദ്ധങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത്, കുടുംബങ്ങളിൽ പോലും അസ്വസ്ഥതകളും അതുപോലെ തന്നെ പിരിമുറുക്കങ്ങളും ഒക്കെ നമ്മൾ പല സാഹചര്യങ്ങളും കാണാറുണ്ട്. പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിൽ കാണാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ എല്ലാം നടന്നു കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷത്തിൻ്റെ പേരാണ് സമാധാനം. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒരു ആത്മീയ ആനന്ദവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യവാളൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും പുറകെ പോയി ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖവും ഒക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കാനായിട്ട് പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. പിന്നീട് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, കർത്താവെ, നിന്നെ അറിയുവാൻ ഞാൻ വൈകിപ്പോയല്ലോ. നിന്നിൽ അഭയം പ്രാപിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിന്നിൽ ചേർന്നിരിക്കുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം യഥാർത്ഥമായ ശാശ്വതമായ ആ ഒരു വലിയ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതായത് ലോകത്തിൻ്റെ സമാധാനം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സമാധാനമല്ല, എൻ്റെ സമാധാനം. ഈശോയുടെ സമാധാനം എന്താണ് എന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് താൻ മരിക്കാൻ പോകും എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അതിൻ്റെ നടുവിലും ഏറ്റവും സന്തോഷത്തോടെ ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന ഈശോ. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ അനുഭവിച്ച ആ ഒരു വലിയ ശാന്തത, അത് ഈശോയ്ക്ക് ലഭിച്ചത് തൻ്റെ പിതാവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ്. അതായത് താനും ഈശോയും ഈശോയുടെ സ്വർഗസ്ഥനായ പിതാവ് തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം, സ്നേഹബന്ധം, അതിൽ നിന്ന് ലഭിച്ച ആ ഒരു വലിയ സന്തോഷം, അതായിരുന്നു ഈശോയെ എപ്പോഴും അത്രമാത്രം സമാധാനത്തോടെ ശാന്തതയോടെ പെരുമാറുവാനൊക്കെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, അതുപോലെ മരണഭയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആളുകളുടെ ചിന്താരീതികൾ വരെ മാറിപ്പോകാറുണ്ട്. പക്ഷേ ഏറ്റവും ശാന്തതയോടെ ഈശോ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. വിശുദ്ധ കുർബാന ബലിമധ്യേ നമ്മളും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, ഉദ്ധാനത്തിന് ശേഷവും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കാണുമ്പോൾ അവരോട് പറയുന്ന കാര്യം ഇതാണ്, ഭയപ്പെടേണ്ട, സമാധാനം നിങ്ങളോട് കൂടെ. അതായത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെ നടുവിലും ശാന്തതയോടെ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ നേരിടാൻ കിട്ടുന്നൊരു വലിയ കൃപയുടെ പേരാണ്. അങ്ങനെ ആ ഒരു വലിയ കൃപ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആദിമസഭാ സമൂഹത്തിൻ്റെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും,
എന്തുമാത്രം വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും അവർക്ക് ആ ഒരു ആത്മീയ സന്തോഷം, യേശുക്രിസ്തുവിനെ അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുത്താൻ പറ്റിയില്ല. അവനെ വറചുട്ടലിട്ട് വറക്കുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നാട് കടത്തും അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും, ഇതൊക്കെ എല്ലാം പറഞ്ഞതാണ്. പക്ഷേ അതിലൊന്നും തളർന്നു പോകാതെ അതിനേക്കാൾ ഉപരിയായ ഒരു വലിയ സന്തോഷം എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് എന്ന് ആദിമസഭ തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചിട്ടുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിലും ഇത് തന്നെ നമ്മൾ കാണുക. പൗലോസ് അപ്പോസ്തലനെ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചതിൻ്റെ പേരിൽ കല്ലെറിഞ്ഞ് അവരൊരു വഴിക്കാക്കി. അതിനുശേഷം അവർ വിചാരിച്ചു പൗലോസ് അപ്പോസ്തലൻ മരിച്ചുപോയെന്ന്. അങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ പോയി വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന അപ്പോസ്തലനെ കാണുകയാണ്. പിന്നെ വീണ്ടും ഇക്കോണിയത്തിലേക്കും ലിസ്ട്രയിലേക്കും തിരിച്ചു വരുന്ന പൗലോസ് അപ്പോസ്തലനെ കാണാം. അതായത് തൻ്റെ ഉള്ളിൽ ലഭിച്ച ആ ഒരു ദൈവിക ചൈതന്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കുക എന്നത് അഭിമാനകരമായി കണ്ട അപ്പോസ്തലൻ്റെ ജീവിതമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ദൈവം ഈശോ ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു കൂടെയുള്ളവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഈ ഒരു വലിയ ക്വാളിറ്റി നമ്മുടെ ജീവിതങ്ങളിലുണ്ടാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഒക്കെ നമുക്ക് ഈ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സമാധാനം നിലനിൽക്കുന്ന കുടുംബങ്ങളാണ്. പലപ്പോഴും ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ പോകുമ്പോൾ പലപ്പോഴും ശാശ്വതമായ ആ ഒരു വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ദൈവം തരുന്ന ആ ഒരു വലിയ ശാശ്വതമായ സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടി പല കാര്യങ്ങളുടെയും പുറകെ ഓടി നടക്കുന്ന ജനതയെ കാണാൻ പറ്റും. ലഹരിയുടെ പുറകെ ഓടുന്നവരുണ്ട്, മദ്യപാനം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, മറ്റു വസ്തുക്കളുടെയും മോഹങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ലഭിക്കുവാനായിട്ട് ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക എന്നുള്ള കാര്യമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്തു തരുന്ന ആ വലിയ സന്തോഷവും സമാധാനവും സ്വന്തമാക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.